തൊടുപുഴ സ്റ്റാൻഡിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്വകാര്യ ബസ് CITU നേതൃത്വത്തിൽ തടഞ്ഞിട്ട് കൊടിനാട്ടി. ഉടമകൾ തൊഴിലാളിയെ മർദ്ദിച്ചുവെന്നാരോപിച്ച് ഷാലിമാർ ബസ്സാണ് കോതായിക്കുന്ന് ബസ് സ്റ്റാൻഡിൽ തടഞ്ഞിട്ടത്. പരീക്ഷാകാലത്ത് വിദ്യാർത്ഥികളെ വലയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് പണിമുടക്ക് ഒഴിവാക്കിയതെന്ന് CITU നേതാവ് TR സോമൻ പറഞ്ഞു. ഈ തുഷാരം ബസ്സിലെ ഒരു കണ്ടക്ടർ റിജോ കുര്യൻ എന്ന് പറയുന്ന തൊഴിലാളിയെ ഈ ഷാലിമാർ ബസ്സിൻ്റെ ഉടമകൾ ഒരു നൗഷാദും മുജീബും ചേർന്ന് ഇന്നലെ വൈകുന്നേരം 7 മണിക്ക് ബസ് സ്റ്റാൻഡിൽ വെച്ച് മർദ്ദിക്കുകയുണ്ടായി. അതിന് കാരണമെന്ന് അവർ അവകാശപ്പെടുന്നത് തൊടുപുഴ മോട്ടോർ റോഡിൽ നമുക്കറിയാം വാഹനങ്ങൾ 2-3 മിനിറ്റ് മാത്രം ഗ്യാപ്പേ ഉള്ളൂ. അപ്പോൾ ഷാലിമാർ ബസ്സിൻ്റെ സമയം ഈ തുഷാരം ബസ്സിലെ വണ്ടി എടുത്തു എന്ന ആരോപണം ഉന്നയിച്ചിട്ടാണ് ആ തൊഴിലാളിയെ മർദ്ദിച്ചത്. ഇവരെ സംബന്ധിച്ച് ചില തർക്കങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ വൈകുന്നേരം തന്നെ ഇവിടെയുള്ള പ്രധാന ആളുകളെല്ലാം ചേർന്ന് ഈ ബസ്സിൻ്റെ ഉള്ള ഉടമകളും ചേർന്ന് തർക്ക പ്രശ്നങ്ങൾ പരിഹരിച്ചു. തുടർന്ന് സമയം കൃത്യമായി പാലിക്കുമെന്ന് ധാരണ ഉണ്ടാക്കിയിട്ടാണ് അവർ 5 മണിക്ക് പിരിഞ്ഞത്. അതിനുശേഷമാണ് 7 മണിക്ക് ഈ ബസ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന് സ്റ്റാൻഡിൽ പ്രവേശിച്ചപ്പോൾ ഈ റിജോ കുര്യൻ എന്ന് പറയുന്ന തൊഴിലാളിയെ ഈ നൗഷാദും ഈ വണ്ടിയുടെ ഉടമകൾ ചേർന്ന് മർദ്ദിക്കുകയുണ്ടായി. അയാളുടെ ബാഗ് വലിച്ചെറിയുകയും മർദ്ദിക്കുകയും ചെയ്തു. അയാളുടെ കൈയുടെ വിരലൊടിഞ്ഞ് ഇപ്പോൾ കോപ്പറേറ്റീവ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലിപ്പോൾ SSLC +2 പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിലാളികൾ ഈ കാര്യത്തിൽ വളരെ വികാരപരമായിട്ടാണ് എടുത്തത്. പണിമുടക്കടക്കമുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് തൊഴിലാളികൾക്ക് അഭിപ്രായമുണ്ടെങ്കിലും അതിനോട് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ ചെയ്യാൻ സാധിക്കത്തില്ല. കാരണം ഇവിടെ SSLC പരീക്ഷ നടക്കുന്നു, +2 പരീക്ഷ നടക്കുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ പരീക്ഷ എഴുതുന്നതിനൊന്നും തടസ്സമുണ്ടാകാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആക്രമണ പ്രവൃത്തി ചെയ്തവർ അത് സംബന്ധിച്ച് നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാനും ഇവരതിനെ എന്ത് കാരണത്താലാണ് ഈ പ്രവൃത്തി ഇവർ ചെയ്തത് എന്ന കാര്യം മനസ്സിലാക്കാൻ കൂടി വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഈ വണ്ടി സർവീസ് മുടക്കി ഇവിടെ തടഞ്ഞിടാൻ വേണ്ടി തീരുമാനിച്ചത്. ബന്ധപ്പെട്ട ആളുകൾ അത് സംബന്ധിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.